നമസ്കാരം, ഞാൻ ജയന്താണ്. ഗരുഡൻ നമ്മുടെ തമിഴിലേക്ക് സാധാരണ ക്ലീശ പടങ്ങളല്ലേ, അതേപോലത്തെ ഒരു അടി വെട്ട് കുത്ത് ചാട്ടം ഇടി അങ്ങനെ ഒരു പടം. സത്യം പറഞ്ഞാൽ അതാണ് ഗരുഡൻ എന്ന് പറയുന്ന ഒരു ചിത്രം. നമ്മുടെ മലയാളത്തിന്റെ ദൈവമായ ഉണ്ണി മുകുന്ദൻ ഒരു നല്ല റോള് ചെയ്തിട്ടുണ്ട്. ശശികുമാർ, സൂരി, എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സൂരി കോമഡി മാത്രം ചെയ്ത് നടന്നൊരു നടൻ ഈ രീതിക്ക് കാണിച്ചെങ്കിൽ പുള്ളിയുടെ റേഞ്ച് എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. കമലഹാസൻ, രജനീകാന്ത്, സൂര്യ, വിജയ്, വിക്രം, ധനുഷ് ഇവരുടെ പേരുകൾക്കിടയിൽ ഇനി വരാൻ പോകുന്ന ഒരു പേരാണ് സൂരി എന്ന് പറയുന്ന തമിഴിലെ ഒരു കോമഡി എന്ന് പറഞ്ഞ് ആൾക്കാർ മുദ്ര കുത്തിയ ഒരു നടൻ. പുള്ളി വെറും നടനല്ല, ഒരു നായകനാണ് എന്ന് ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഈ സൂരി എന്നൊക്കെ പറയുന്ന നടനെ പോലെ ഒരുപാട് നടന്മാർ നമ്മുടെ തമിഴിലുണ്ട്. പക്ഷേ അവരെല്ലാം ഒതുക്കുകയാണോ അതോ അവർക്ക് അവസരം കൊടുക്കാത്തതാണോ എന്ന് അറിയത്തില്ല. കാര്യം, കഴിവുള്ളവർക്ക് ഇതേപോലെ ഓരോ അവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ എന്തായാലും കത്തിക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. ശശികുമാർ എന്ന് പറയുന്ന ഒരു നടന്റെ പോലും നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് പ്രത്യേകിച്ച് സീനോ കാര്യങ്ങളോ മാസോ ക്ലാസ്സോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ ആണെങ്കിൽ പോലും മലയാളത്തിൽ നിന്ന് പുള്ളി തമിഴിലേക്ക് പോയതാണ്. പക്ഷെ ഉണ്ണി മുകുന്ദനും ലുക്കിലാണെങ്കിലും വർക്കിലാണെങ്കിലും എല്ലാം ഉണ്ണിയുടെ പഴയ കാര്യങ്ങൾ തന്നെയാണ് ഉണ്ണി ഇതിലും ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ടതൊന്നുമില്ല. പക്ഷെ ഞെട്ടിച്ചു കളഞ്ഞത് നമ്മുടെ സൂരി എന്ന് പറയുന്ന നടൻ എന്താണ്, എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ നിങ്ങൾ പോയി കാണേണ്ട ഒരു നല്ല പടം. മലയാളികളുടെ ഇഷ്ട നായിക ശിവദ ഒരു തമിഴ് ലേഡിയായി പുള്ളിക്കാരി അങ്ങ് ജീവിച്ചേക്കാണ്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരിയുടെ കരച്ചിലാണെങ്കിൽ പോലും നമ്മുടെ തമിഴിലെ ലേഡീസ് ഒക്കെ കരയുമ്പോഴത്തേക്ക് അവരിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പുറത്തടിച്ചും അതേപോലെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ഉള്ള അവരുടെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട് കരയുന്നതിനൊക്കെ. പക്ക ഡീറ്റെയിൽ എന്ന് വെച്ചാൽ പക്ക ലോക ഡീറ്റെയിൽ. ഒരു പറയുകയാണെങ്കിൽ നമ്മുടെ മധുരമായ മുട്ടായി നമ്മൾ എങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു മധുരം കിട്ടത്തില്ല, ഇതേപോലെ ഒരു മധുരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് പുള്ളിക്കാരിയുടെ അഭിനയത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ശിവദ എന്ന് പറയുന്ന ഒരു നടി എന്തായാലും പുള്ളിക്കാരിക്ക് നമ്മുടെ കേരളത്തിൽ എങ്ങനെ നിൽക്കണമെന്നും തമിഴ്നാട്ടിൽ ചെന്നാൽ എങ്ങനെ നിൽക്കണമെന്നും പുള്ളിക്കാരിക്ക് എന്തായാലും അറിയാം. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി അത് ഒരു സാധാരണ നമ്മൾ ഓരോ ക്യാരക്ടറൊക്കെ ആയി മാറുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെടും, ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ട് പഠിക്കും, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിക്കാരി ഇതൊന്നും ചെയ്യാതെയാണ് ഈ ഒരു റോള് ചെയ്തേക്കുന്നെങ്കിൽ ചരിത്രം എന്ന് പറയാൻ പറ്റും, അല്ല വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് പുരി എന്ന് പറയുന്ന ഒരു നായകന്റെ രണ്ട് രീതിക്കുള്ള ഒരു അഭിനയം ആണ് നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ഒരേ അമ്പിയായും അന്യനായും നമുക്ക് സൂര്യയെ കാണണം എന്നാൽ പോയി എന്തായാലും കാണാം. പക്ഷെ ബോറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അടിക്കത്തില്ല. നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെയും എന്താണ് സംഭവം എന്നൊക്കെ നമുക്കറിയാം, എന്താ നടക്കാൻ പോണെന്നൊക്കെ അറിയാം. പക്ഷെ അതിലൊരു പുതുമയാണല്ലോ ആൾക്കാർക്ക് വേണ്ടത്. അല്ലാതെ കയറി ഇരുന്ന് ഉറങ്ങാനാണെങ്കിൽ സിനിമ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമുക്ക് കയറിയാൽ ഉറക്കമൊന്നും വരാതെ 2 മണിക്കൂർ സുഖമായി കാണാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഗരുഡൻ.